കർമ്മയോഗിയായ ഗുരുശ്രേഷ്ഠൻ വിഖ്യാതനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ ഓർത്തുകൊണ്ട് ഒരു അധ്യാപക ദിനം കൂടി കടന്നു വരുന്നു. ഒരിക്കൽ തന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങിയ കുട്ടികളെയും സുഹൃത്തുക്കളെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി തന്റെ ജന്മദിനം മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചു. ആ മാതൃകാ അധ്യാപകന്റെ സ്വപ്നം പിന്നീട് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നതിലൂടെ യാഥാർത്ഥ്യമായി. ഇന്നത്തെ ഡീപ് ഡൈവിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ അടുത്തറിയാം. I, Sarvepalli Radhakrishnan, do swear in the name of God that I will faithfully execute the office of President of India. ഡോക്ടർ രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണി പട്ടണത്തിലെ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ സർവേപ്പള്ളി വീരസ്വാമി, അമ്മ സീതമ്മ. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ജീവിതത്തിൽ ഉടനീളമുള്ള തന്റെ പഠനത്തിൽ വിവിധ സ്കോളർഷിപ്പുകൾ നേടി. തിരുപ്പതിയിലെ സ്കൂളുകളിലും തുടർന്ന് വെല്ലൂരിലും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ രാധാകൃഷ്ണൻ മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ഫിലോസഫി പഠിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ തത്വചിന്തകരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ യുവാക്കളെ അറിവ് നേടി വളരാനും വിദ്യാഭ്യാസത്തിന്റെ ശക്തി കൊണ്ട് ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. 1962 മുതൽ വിദ്യാഭ്യാസ രീതികളോടും വിദ്യാർത്ഥികളോടുമുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ ശ്രദ്ധേയമായ സമീപനങ്ങൾ ഇതിനു കാരണമായി. 1909 രാധാകൃഷ്ണൻ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് 1918 മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി ഉദ്യോഗക്കയറ്റം ലഭിക്കുകയുണ്ടായി. ഈ സമയത്ത് ആനുകാലികങ്ങളിലും പത്രമാസികകളിലും രാധാകൃഷ്ണൻ ധാരാളമായി എഴുതുമായിരുന്നു. ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ എന്ന ആദ്യത്തെ പുസ്തകം പൂർത്തീകരിക്കുന്നത് ഈ കാലയളവിലാണ്. തന്റെ രണ്ടാമത്തെ പുസ്തകമായ ദ റീൻ ഓഫ് റിലീജിയസ് ഇൻ കണ്ടംപററി ഫിലോസഫി പൂർത്തിയാക്കുന്നത് 1920 1921 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ സുപ്രധാന തത്വശാസ്ത്ര വിഭാഗത്തിൽ നിയമനം ലഭിച്ചതോടെ ചിന്തകൻ എന്ന നിലയിലുള്ള രാധാകൃഷ്ണന്റെ ജീവിതം മെച്ചപ്പെട്ടു. 1926 ജൂണിൽ നടന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുള്ള സർവകലാശാലകളുടെ രാജ്യാന്തര സമ്മേളനത്തിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചു. അതേ വർഷം സെപ്റ്റംബറിൽ ഹാർവാർഡ് സർവകലാശാലയിൽ നടന്ന ഫിലോസഫി കോൺഗ്രസിൽ പങ്കെടുക്കാനും രാധാകൃഷ്ണന് ക്ഷണം ലഭിച്ചു. 1929 ഓക്സ്ഫോർഡിലെ മാഞ്ചസ്റ്റർ കോളേജിൽ നിയമനം ലഭിച്ച അദ്ദേഹത്തിന് പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനങ്ങൾ അവതരിപ്പിക്കാൻ അവസരങ്ങൾ ലഭിച്ചു. താരതമ്യ മതപഠനത്തെക്കുറിച്ച് ഓക്സ്ഫോർഡിൽ അദ്ദേഹം സ്ഥിരമായി പ്രഭാഷണങ്ങൾ നടത്തി. 1931 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് നൈറ്റ് ബഹുമതി നൽകി. അതോടെ സർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നറിയപ്പെട്ടു തുടങ്ങി. പാശ്ചാത്യ തത്വശാസ്ത്രജ്ഞരിൽ ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനം അധികമാണെന്നായിരുന്നു രാധാകൃഷ്ണന്റെ ശ്രദ്ധേയമായ വാദം. ഈ സ്വാധീനം അവരെ പക്ഷപാതികളാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഭാരതീയ ദർശനങ്ങൾ പാശ്ചാത്യ തത്വശാസ്ത്രങ്ങളോട് കിടപിടിക്കുന്നതാണെന്ന് വിവിധ വേദികളിൽ ചൂണ്ടിക്കാണിച്ചു. വാസ്തവത്തിൽ ഭാരതീയ ദർശനങ്ങളെപ്പറ്റി പാശ്ചാത്യർ അന്വേഷിച്ചു തുടങ്ങിയത് രാധാകൃഷ്ണന് ശേഷമാണ്. ഇന്ത്യൻ തത്വചിന്തയെ പാശ്ചാത്യ ഐഡിയലിസ്റ്റിക് തത്വചിന്തകൾക്ക് പരിചയപ്പെടുത്തുകയും മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ഇന്ത്യൻ ദർശനങ്ങളുടെ മഹിമയെ വളർത്തുകയും ചെയ്തു എന്നതാണ് രാധാകൃഷ്ണന്റെ ഏറ്റവും മികച്ച സംഭാവന. ദി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ. തത്വചിന്തകൻ, അധ്യാപകൻ, നയതന്ത്രജ്ഞൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, സാംസ്കാരിക നായകൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ സേവനം വിലമതിക്കാനാവാത്തതാണ്. വസുദൈവ കുടുംബകം, ലോകം ഒരു കുടുംബം എന്നതായിരുന്നു രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം തൊഴിലോ പദവിയോ നേടാനുള്ളതല്ല, തന്നിലെ ആത്മീയതയെ തിരിച്ചറിയാനുള്ളതാണ് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. അവനവന്റെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപാധിയാണ് മതം. യഥാർത്ഥ ആത്മീയത മതങ്ങൾക്കപ്പുറത്താണ്. സ്വതന്ത്ര സമൂഹം എന്ന സങ്കല്പത്തിന്റെ ഇരുവശങ്ങളാണ് ആത്മീയതയും സാമൂഹിക സൗഹാർദ്ദവും എന്ന് അദ്ദേഹം പറഞ്ഞു. 1949 രാധാകൃഷ്ണൻ റഷ്യൻ അംബാസിഡറായി നിയമിതനായി. രാധാകൃഷ്ണന്റെ ദാർശനിക മഹിമ കണ്ട് ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തെ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന അംബാസിഡർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ആദ്യ രാഷ്ട്രപതിയായി രാജേന്ദ്ര പ്രസാദും ഉപരാഷ്ട്രപതിയായി ഡോക്ടർ എസ് രാധാകൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെട്ടു. 1962 മെയ് 13 രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. അതിസങ്കീർണമായ ഘട്ടത്തിലാണ് രാധാകൃഷ്ണൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ അദ്ദേഹം ജാഗ്രതാപൂർവ്വം ഇടപെട്ടു. 1965 കാശ്മീരിലേക്കുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റം യുദ്ധ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസിഡന്റും പ്രധാനമന്ത്രിയും നടത്തിയ നീക്കങ്ങൾ സാർവദേശീയ തലത്തിൽ വലിയ പ്രശംസയാണ് പിടിച്ചുപറ്റിയത്. ഗാന്ധിജിയെ മാതൃകാ പുരുഷനായി കണ്ട അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം ലാളിത്യവും മിതത്വവും പാലിച്ചു. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ പ്രധാനമന്ത്രിമാരുടെ വിയോഗവും ഇന്ദിരാഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കവെയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ ഒരു തത്വചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും മനുഷ്യ സ്നേഹിയുമാണ് നമ്മുടെ പ്രസിഡന്റ് എന്നാണ് നെഹ്റു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്.
മികച്ച അധ്യാപകനും അതിലുപരി മികച്ച ഭരണാധികാരിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1975 ഏപ്രിൽ 17 അന്തരിച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.